ഗുഡ് മോർണിംഗ് ഓൾ. പീറ്റേഴ്സ് അക്കാഡമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് SSLC ഹിന്ദി എക്സാമിൻ്റെ ഒരു പെർട്ടിക്കുലർ ഏരിയയാണ്. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണ് ആ ഏരിയ പഠിക്കുന്നത്. അതായത് നമ്മുടെ കഥയും കവിതയും നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ, നമ്മുടെ സിലബസിലെ പോർഷൻസിലും ആരാണത് ഓരോരുത്തർ എഴുതിയത്, അതെന്തൊക്കെയാണ്, ചാപ്റ്ററിൻ്റെ പേര് എന്താണ് എന്നതാണ്. ഇത് നിങ്ങൾക്ക് ഒരു മാർക്കിന് ചോദിക്കാൻ പതിവുള്ള ഒരു ഏരിയയാണ്. സോ നമുക്ക് കിടക്കാം. ആദ്യമായിട്ട് തന്നെ ബീർബഹൂട്ടി എന്നത് ഒരു കഹാനിയാണ്, അതായത് ഒരു കഥയാണ്. പ്രധാൻ എന്ന വ്യക്തിയാണ് അത് എഴുതിയത്. അടുത്തത് ഹതാശ സെ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ എന്ന ടിപ്പണി എഴുതിയതാണ് ആര്? നരേഷ് സക്സേന. എന്നാൽ ആ കവിത എഴുതിയത് ആരാണെന്നുള്ളത് നിങ്ങൾ ശുക്ലയാണ്, വിനയ് കുമാർ ശുക്ല. അത് നിങ്ങൾ ആഡ് ചെയ്ത് പഠിക്കുക. അപ്പോൾ നിങ്ങൾ എഴുതി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ടൂട്ടാ പഹിയ എന്ന കവിതയാണ് ഇത്. കവിത എന്നാണ് ഇങ്ങനെ എഴുതുക, കവിതയാണിത്. ധർമ്മവീർ ഭാരതിയാണ് അത് എഴുതിയിരിക്കുന്നത്. ഐ എക് കലാം കെ ബഹാനെ എന്ന ഒരു ഫിലിമി ലേഖ എഴുതിയത് മിഹിറാണ്. അയാം കലാം എന്ന ഫിലിം അത് ആരുടേതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെയാണ്? നീൽ മാധവ് പാണ്ഡെയാണ്. സോ അതും കൂടെ നിങ്ങൾ ഇവിടെ ആഡ് ചെയ്ത് വെക്കുക. അതും കൂടി ഇവിടെ ആഡ് ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. സോ ഇവിടെ കവിത ആരാണെന്നുള്ളതും ആഡ് ചെയ്യുക. ഇവിടെ ഫിലിം അയാം കലാം എന്ന ഫിലിം ആരുടെയാണെന്നുള്ളതും ആഡ് ചെയ്ത് വയ്ക്കുക. മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി സബ്സെ ബഡെ ഷോമാൻ എന്നത് ഒരു ജീവനീക അംശമാണ്. അതൊരിക്കലും കഹാനി അല്ല. ജീവനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നിങ്ങൾക്കറിയാം? ആത്മകഥയുണ്ട്, പിന്നെ മറ്റൊരാൾ എഴുതുന്നതാണെങ്കിൽ അത് ജീവനിയാണ്. അത് ഗീത് ചതുർവേദിയാണ് എഴുതിയത്. പേര് മാറിപ്പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. അടുത്തത് അകാൽ ഓർ ഉസ്കെ ബാദ് എന്ന കവിത എഴുതിയത് നാഗാർജുനാണ്. അടുത്തത് ഠാക്കൂർ കാ കുവ എന്ന കഹാനി എഴുതിയത് പ്രേംചന്ദ് ആണ്. അടുത്തത് ബസന്ത് മേരെ ഗാവ് കാ എന്നത് കഹാനി അല്ല, ലേഖ ആണ്. മറക്കരുത്, അതൊരു ലേഖാണ്. അത് മുകേഷ് നൗട്ടിയാൽ ആണ് എഴുതിയിരിക്കുന്നത്. അടുത്തത് ദിശാഹിൻ ദിശ എന്നത് ഒരു യാത്രാവൃത്താണ്. എഗെയിൻ യാത്രാവൃത്താണ്, കഹാനി അല്ല. അത് എഴുതിയത് മോഹൻ രാഗേഷാണ്. പൊതുവെ സംഭവിക്കാറുള്ളത് ഈ ഒരു മുകേഷും മോഹനും എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യും. സോ അത് സൂക്ഷിച്ച് കൃത്യമായിട്ട് തന്നെ പഠിക്കുക. ബച്ച കാം പർ ജാ രഹാ ഹെ എന്നത് ഒരു കവിതയാണ്. രാജേഷ് ജോഷിയുടെ ഒരു കവിതയാണ് ബച്ച കാം പർ ജാ രഹാ ഹെ എന്നുള്ളത്. ഇനി ടുട്ടലിത്തോ പരായ് ഹെ എന്നതൊരു കഹാനിയാണ്. കനക് ശശിയുടെ ഒരു കഹാനിയാണ് ടുട്ടലിത്തോ പരായ്. ഇനി ഇങ്ങനത്തെ സംഭവങ്ങളിൽ നിന്ന് എന്താണ് എക്സാമിൽ ചോദിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. കാരണം ഇങ്ങനത്തെ എക്സാമിൽ ചോദിക്കലുണ്ടോ എന്നുള്ളൊരു ഡൗട്ട് നിങ്ങളുടെ ഉള്ളിലുണ്ടാവും. സോ നമുക്ക് നോക്കി നോക്കാം. ഒന്നാമത്തെ പി വായിക്കും. അകാൽ ഓർ ഉസ്കെ ബാദ് കിസ്കി രചന ഹെ. ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും? നാഗാർജുനാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. ഓക്കെ, നാഗാർജുന. ഇത് 2022 മാർച്ചിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് ഠാക്കൂർ കാ കുവ കഹാനിക്ക് മുഖ്യ പ്രേം ക്യാ ഹെ എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. എന്താണ്? ജാതി പ്രതയാണ് ആൻസർ വരുന്നത്. അത് 2022 മാർച്ചിലെ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2022 മോഡലിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ലേക്കിൻ മുझे ഫിക്ർ മത് കിസ് കവിത കി പങ്ക്തി ഹെ. ഏത് കവിതയിലെ പങ്ക്തിയാണിത്? ടൂട്ടാ പഹിയാണ്. ഓക്കെ ആണല്ലോ. ഇനി ടുഡലി തോ പരാനി ഹെ കിസ് പ്രകാർ കി രചന ഹെ. എന്ത് രചനയാണ് ഇത്? കിസ് പ്രകാർ എന്ത് രീതിയിലുള്ള
രചനയാണിത്, കവിതയാണോ, അടുത്തത് യാത്രാ വിവരണമാണോ, കഹാനിയാണോ, എന്താ സംസ്മരണമാണോ, എന്ത് രീതിയിലുള്ള രചനയാണിത്? നമുക്കറിയാം അത് കഹാനിയാണ്, ബിക്കോസ് നമ്മൾ കുറച്ച് മുമ്പ് നോക്കിയതേ ഉള്ളൂ. ഈ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങളോട് നിങ്ങൾക്ക് പഠിക്കാനുള്ള പാഠഭാഗത്തിൻ്റെ പഠിക്കാനായിട്ട് ആവശ്യപ്പെട്ടത്. സോ ഏറ്റവും ബെറ്റർ നിങ്ങളത് പഠിക്കുന്നത് തന്നെയായിരിക്കും. സോ നന്നായി പഠിക്കുക, ആ ഒരു ഏരിയ ഫുള്ളായിട്ട് കവർ ചെയ്യുക. എക്സ്ട്രാ 2 എണ്ണം ആഡ് ചെയ്യാനായിട്ട് പറഞ്ഞിരുന്നു, അത് ആഡ് ചെയ്ത് പഠിക്കുക. സോ എല്ലാവരും പഠിക്കുക. ഓൾ ദ വെരി ബെസ്റ്റ്. നന്നായിട്ട് നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റട്ടെ. ഫ്രണ്ട്സിനെ പറ്റുന്ന അത്ര ഇതെല്ലാം ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.